വഴിമുട്ടി നിൽക്കുന്നു മുഖ്യമന്ത്രി ചർച്ച എന്നുള്ളത് തന്നെയാണ് കെ.സിക്ക് പിന്തുണ എന്ന ഹൈക്കമാൻഡ് അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് തന്നെയായിരിക്കും. എം.എൽ.എമാരുടെ കൂടുതൽ പിന്തുണ കെ.സിക്ക് നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ കെ.സിക്ക് അനുകൂലമായിട്ട് ഹൈക്കമാൻഡ് നിൽക്കും. പക്ഷേ വി.ഡി. സതീശൻ പറയുന്നു അത് എം.എൽ.എമാരുടെ ഭൂരിപക്ഷം പദവി ഉപയോഗിച്ച് കെ.സി അട്ടിമറിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ്. സ്വാഭാവികമായിട്ട് ചർച്ചയും ഇനി നീളാൻ തന്നെയാണ് സാധ്യത. കിരൺ, അത് തന്നെയാണ് ചോദ്യം. ചർച്ച 1 മണിക്കൂറിനുള്ളിൽ തീരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ചർച്ചയുടെ ദൈർഘ്യം ഇനിയും കൂടും അല്ലേ? പ്ലേറ്റ് തിരിച്ചില്ലെന്നാണ് പറയുന്നത്. കിരൺ, കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ ചർച്ച അവസാനിക്കും എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെ കാര്യങ്ങൾ നീളുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 55 മിനിറ്റായി. ചർച്ച ഇനിയും വൈകുമല്ലേ? കേൾക്കുന്നുണ്ട്. ചർച്ച ഇനി വൈകും. എന്തായാലും ചർച്ച നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ചർച്ച വൈകാനുള്ള സാധ്യത സ്വാഭാവികമായി ഉണ്ട്. കാരണം ഇക്കാര്യത്തിൽ എല്ലാവർക്കും ഈ എല്ലാ പ്രതീക്ഷകളെ സംബന്ധിച്ചും അങ്ങനെ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ ഒരു തീരുമാനം വരുന്നു. ആ തീരുമാനത്തിൽ അംഗീകരിച്ചു പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. സ്വാഭാവികമായും ആദ്യം എടുക്കുന്നത് എല്ലാവരും നിലപാട് പറയുന്നു. അതിനുശേഷം ഹൈക്കമാൻഡ് അവരുടെ നിലപാട് അറിയിച്ചു. ഹൈക്കമാൻഡ് നിലപാട് കൃത്യമായി പറഞ്ഞു. അവിടെ എം.എൽ.എമാരുടെ ഭൂരിപക്ഷമുള്ളത് കെ.സി. വേണുഗോപാലിന്റെ പേരിനാണ്. ആ പേര് അതാണ് ഭൂരിപക്ഷം. അപ്പോൾ അത് അംഗീകരിക്കണമെന്നുള്ള വ്യവസ്ഥ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. ഇതിനോട് യോജിക്കാൻ കഴിയില്ല എന്നും അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്ന് രമേശ് ചെന്നിത്തലയും അറിയിക്കുന്നു. വി.ഡി. സതീശൻ ഒരു പടി കൂടി കടന്ന് എങ്ങനെയാണ് കെ.സി. വേണുഗോപാലിന് ഈ ഭൂരിപക്ഷം കിട്ടിയത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഈ ഭൂരിപക്ഷം കിട്ടിയത് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് കെ.സി. വേണുഗോപാൽ ഓരോ എം.എൽ.എമാരായി പർച്ചേസ് ചെയ്യുകയായിരുന്നു എന്നുള്ളതല്ല. ഓരോ എം.എൽ.എമായി ഭാവിയിലേക്ക് നിങ്ങൾക്ക് വലിയ സ്ഥാനങ്ങളൊക്കെ പലതരത്തിലേക്കുള്ള ഓഫറുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പദവിയിൽ ഇരിക്കുന്ന ആരായാലും അവർക്ക് അനുകൂലമായി നിൽക്കേണ്ട അവസ്ഥ വരും. ആർക്ക് നിങ്ങൾ ആരുടെ പേര് പറഞ്ഞാലും താൻ അത് അറിയും എന്ന മട്ടിലടക്കം എം.എൽ.എമാരെ അദ്ദേഹം പറഞ്ഞു ധരിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായ ആരോപണം തന്നെയാണ് വി.ഡി. സതീശൻ ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിലേക്ക് താനില്ല, ഈ മന്ത്രിസഭയിലേക്ക് താനില്ല, നിങ്ങൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയൊക്കെ തീരുമാനിച്ച് ഭരിച്ചോളൂ എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. താൻ ചർച്ചകൾക്ക് വിനിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ നിൽക്കുന്നതെന്നാണ് അറിയുന്നത്. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഒരു കഴിഞ്ഞ 10-15 മിനിറ്റിനിടയിൽ എന്താണ് ഉണ്ടായതെന്ന് സംബന്ധിച്ച് എന്തായാലും അകത്ത് ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ അത് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഇനി ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിടപെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മുന്നോട്ടുള്ള സമവായ ചർച്ചകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ, അതോ ചർച്ചകൾ മാറ്റിവെച്ചോ, അല്ലെങ്കിൽ വീണ്ടും ഒരു റൗണ്ട് കൂടി ചർച്ച നടത്തിയ ശേഷം തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടോ, അതൊക്കെ വിഷയമാണ്. അതോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, ഘടകകക്ഷികൾ ടീം UDF എന്ന നിലയ്ക്കാണ് ഇവിടെ മത്സരിച്ചത്. കഴിഞ്ഞ കാലങ്ങളൊന്നുമില്ലാത്തതിലും വ്യത്യസ്തപരമായി ടീമായി നിന്നാണ് UDF അത് നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും അങ്ങനെ ഒരു അലോസരവുമില്ലാതെ മത്സരിച്ചു. പരസ്പരം എവിടെയും കാലുവാരിയില്ല എന്ന് മാത്രമല്ല, പരസ്പരം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം കൂട്ടായി തന്നെ നടത്തിയിട്ടുണ്ട്. ആ UDFന്റെ അഭിപ്രായം തേടിയത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് മുന്നിൽ അവരുടെ അഭിപ്രായം വെച്ചിട്ടുണ്ട്. ആ അഭിപ്രായത്തിന് പരിഗണന കൊടുക്കണം. ടീം UDF എന്ന നിലയ്ക്ക് കേരളത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആ അഭിപ്രായത്തിന് പരിഗണന വേണം എന്ന ആവശ്യവും വി.ഡി. സതീശൻ പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇനി വീണ്ടും ഖർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ചില കൂടിക്കാഴ്ചകളൊക്കെ നടക്കേണ്ടതുണ്ട്. ആ നടന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി ഇവരുടെ ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഇനി പുറത്ത് അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇതുവരെ കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ഒരു 15 മിനിറ്റ് മുമ്പ് വരെ ലഭിച്ച അപ്ഡേഷനാണ് അവസാനമായി നമ്മുടെ കയ്യിലുള്ളത്. അതുവരെ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സമവായം രൂപപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അതിസങ്കീർണമായ അവസ്ഥയിലേക്ക് ചർച്ച വഴിമുട്ടി നിൽക്കുകയാണ്. അത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ആ നിയമസഭയിലേക്കുള്ള ഓട്ടമാണ്. ആ MLA ആയി മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം 3 പേരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പറക്കുകയും ചെയ്തു. ഇന്നലെ പറന്ന് ഡൽഹിയിലെത്തി. പിന്നെയും ഓട്ടം. അതായത് ഇപ്പോൾ ഖർഗെയുടെ വസതിയിൽ വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. ഇതിൽ ആർക്ക് അനുകൂലമായി ടോസ് വീഴും എന്നുള്ളതാണ് ചോദ്യം. സാധാരണ 2 പേർ തമ്മിലാണ് ടോസ്, ഇവിടെ 3 ഉണ്ട്. 3 പേരിൽ ആർക്ക് നറുക്ക് വീഴും എന്നുള്ള നിർണായകമായ ചോദ്യം. ഡാൻ തന്നെ പറഞ്ഞ പോലെ തന്നെ കെ.സിക്കുള്ള സാധ്യത, രമേശ് ചെന്നിത്തലയ്ക്കുള്ള സാധ്യത പറയുമ്പോൾ വി.ഡി. സതീശൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ജനങ്ങളുടെ ആസ്പെക്ട് വരുന്നില്ല. ഇപ്പോൾ MLA-മാരുടെ ഭൂരിപക്ഷം തന്നെയാണ്. എന്നാൽ പോലും സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു വിഭാഗം വലിയ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് വി.ഡി. വരട്ടെ. കാരണം വി.ഡി. സതീശൻ 100+ സീറ്റിൽ ജയിക്കുമെന്ന് പറയുന്നു, 102 സീറ്റിൽ ജയിക്കുന്നു, 1 ഡസൻ മന്ത്രിമാർ വീഴുമെന്ന് പറയുന്നു, 13 മന്ത്രിമാർ വീഴുന്നു. അങ്ങനെ കൃത്യമായി നിരീക്ഷിച്ച് UDFനെ 41-ൽ നിന്ന് 102-ലേക്ക് കൊണ്ടെത്തിച്ച നേതാവ് വരട്ടെ എന്നുള്ളതാണ് ഈ പൊതുവെയുള്ള ജനങ്ങളുടെ ഒരു രീതി. അത് മുഖവിലക്കെടുക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ വി.ഡിയും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം പരിഗണിക്കൂ എന്നൊരു ആവശ്യം കൂടിയില്ലേ മുന്നോട്ട് വരുന്നത്. അതായത് ഈ ഒരു പ്രതിസന്ധി ഇങ്ങനെ ഒരു അസാധാരണ തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിലവിൽ നമുക്കറിയാവുന്നതുപോലെ ഭൂരിപക്ഷം, അതായത് 63 കോൺഗ്രസ് MLA-മാരിൽ 45 പേരിലധികം പേരുടെ പിന്തുണ തനിക്കുണ്ട് എന്ന്
KC പക്ഷം അവകാശപ്പെടുന്നു. അത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള ചില രേഖകൾ പുറത്തു വരുന്നു. ശേഷിക്കുന്ന MLA മാർ മാത്രമാണ് രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും വേണ്ടി അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിർണായകമാകുന്ന കാര്യം ഈ 45 പേരെ KC പക്ഷത്തേക്ക് എത്തിച്ചത് സമ്മർദ്ദം ചെലുത്തിയാണ് എന്നാണ് ഇപ്പോൾ ചെന്നിത്തലയും സതീശനും ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് KC വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ളൊരു നേതാവായി ഈ തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഈ പോരിൽ അതിൻ്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ 45 പേരുടെ പിന്തുണ പോയിട്ട് അതിൻ്റെ പകുതി പേരുടെ പിന്തുണ പോലും അദ്ദേഹത്തിന് ലഭിക്കില്ലായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ ദേശീയ തലത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പദവിയിലിരുന്ന് ഈ മുഖ്യമന്ത്രി പോരിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കടിഞ്ഞാൻ കൈവശം വെച്ചുകൊണ്ട് പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ആ സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നിടത്തോളം അദ്ദേഹത്തോടൊരു വിധേയത്വം ഉണ്ടാകുക എന്ന് പറയുന്നത് MLA മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന സ്വാഭാവികമായ നടപടിയാണ്. കാരണം അവരുടെ രാഷ്ട്രീയമായ ഭാവി അവർക്ക് സുരക്ഷിതമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനാ തലത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് നീരസമുണ്ടാക്കുന്ന ഒരു തീരുമാനം എടുത്താൽ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് കൃത്യമായ ധാരണ ഈ 45 MLA മാർക്കുമുണ്ട്. അതുകൊണ്ടാണ് അവർ മനസ്സില്ലാ മനസ്സോടെ അങ്ങനെ ഒരു തീരുമാനം അതിൽ പലരും എടുത്തത് എന്ന നിലപാടാണ് സതീശനും ചെന്നിത്തലയും ഹൈക്കമാൻഡിനെ അറിയിക്കാൻ ശ്രമിച്ചത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ MLA മാരുടെ ഭൂരിപക്ഷം മാത്രം കണക്കിലെടുക്കുന്നതിനപ്പുറത്തേക്ക് മുന്നണിയിലെ ഘടകകക്ഷികളുടെ നിലപാട് കൂടി ആരായണം എന്ന കാര്യം രണ്ട് പേരും മുമ്പോട്ട് വെക്കും. അതിൽ VD സതീശന് അനുകൂലമായി പരസ്യ നിലപാടെടുത്തത് ലീഗ് നേതൃത്വമായിരുന്നു. അവർ കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധികളായി കേരളത്തിലെത്തിയ അജയ് മക്കനെയും അതോടൊപ്പം മുകുൾ വാസ്നിക്കിനെയും ആ നിലപാട് അറിയിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ കേരള കോൺഗ്രസ് ആണ് ഇതിലെ സുപ്രധാനമായൊരു നിലപാട് നേതൃത്വത്തെ അറിയിച്ച ശേഷം അത് പരസ്യപ്പെടുത്തിയത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ഒരാൾ മുഖ്യമന്ത്രിയാകണമെന്നാണ് തങ്ങളുടെ ആവശ്യം. അത് പൊതുജനങ്ങളുടെ കൂടി വികാരമാണ്. അത് പാലിക്കണമെന്ന താല്പര്യമാണ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇനിയും ആവശ്യം വന്നാൽ അപ്പോൾ അത് നേതൃത്വത്തെ വീണ്ടും അറിയിക്കുമെന്ന് കൂടി അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധിയായി മുന്നണിയിലുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. അങ്ങനെ ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏകപക്ഷീയമായി ഘടകകക്ഷികളുടെയൊക്കെ ഈ തീരുമാനം മറികടന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് KC വേണുഗോപാൽ എന്ന പേരിന് ഹൈക്കമാൻഡ് നിലവിൽ നൽകിയിരിക്കുന്ന മുൻതൂക്കം അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകാനാണ് നീക്കമെങ്കിൽ അതിനോട് ലീഗ് നേതൃത്വവും കേരള കോൺഗ്രസും നടത്തുന്ന നിർണായകമായ മറുപടി എന്താകും എന്നതാണ് ഇനി ഈ സംഭവത്തിൽ ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ കാരണമായി മാറുക. അവിടെ ലീഗ് മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന തരത്തിൽ ഒരു കടുത്ത നിലപാടിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായാൽ കാര്യങ്ങൾ അപ്പാടെ മാറിമറിയും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് ഈ ചർച്ചകൾ ഇനിയും നീളുമോ എന്നതാണ് അറിയാനുള്ളത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഖാർഗെയുടെ വസതിയിൽ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എല്ലാ കണ്ണുകളും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുഴുവൻ കണ്ണുകളും 10 ജൻപത് വസതിയിലെ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്കാകും. അവിടെ സോണിയാഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ അവസാന വാക്ക്, അവരെടുക്കുന്ന തീരുമാനം, അതിൽ എല്ലാ നേതാക്കളും വേണുഗോപാലും VD സതീശനും ചെന്നിത്തലയും ഒരുപോലെ സോണിയാഗാന്ധിയുടെ ആ നിർദ്ദേശം അനുസരിക്കേണ്ടി വരും. അവർ ആർക്കൊപ്പം എന്ന ഒരു നിലപാടെടുക്കുമെന്നതാണ് ഇനി ഇതിൽ ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ഒന്നായി മാറാൻ പോകുന്നത്. എന്തായാലും മണിക്കൂർ ഒന്ന് പിന്നിട്ടിട്ടും ഈ ചർച്ച ഒരു ഘട്ടം പോലും പിന്നിട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നില്ല. അതിലൊരു അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെയെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല, KC വേണുഗോപാലാണ് വരുന്നതെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാട് തീർത്ത പ്രതിസന്ധി പരിഹരിക്കാൻ നിർണായക ഇടപെടലുമായി സമവായ നീക്കവുമായി സോണിയാഗാന്ധി ഈ വിഷയത്തിൽ എപ്പോൾ ഇടപെടും, എപ്പോൾ നിലപാട് സ്വീകരിക്കും, അതിന് മുന്നോടിയായി 3 പേരെയും തനിച്ച് കാണുമോ, അങ്ങനെയെങ്കിൽ അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. അത് തന്നെയാണ് 10 ജൻപത് വസതിയിൽ നാളെ അങ്ങനൊരു തീരുമാനം ഉണ്ടാകുമോ എന്നതും കാത്തിരുന്ന് കാണുകയാണ്. പക്ഷേ 1 മണിക്കൂർ ചർച്ച പിന്നിടുന്നു. 4 മണിക്ക് തുടങ്ങിയ ചർച്ച ഇപ്പോൾ 5:05 സമയം എത്തി നിൽക്കുന്നു. 1 മണിക്കൂർ ചർച്ച പിന്നിടുമ്പോൾ പോലും യാതൊരുവിധ രീതിയിലുമുള്ള തീരുമാനം പുറത്തു വരുന്നില്ല. എന്തായാലും ഒരു ഘട്ടം പോലും മുന്നോട്ട് വരുന്നില്ല. ഇടയ്ക്ക് വെച്ച് ചർച്ച വഴിമുട്ടി നിൽക്കുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.